ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോടൊരു സന്തോഷം പങ്കുവെക്കാനുണ്ട്. ഞങ്ങളുടെ ചാനൽ 1000 സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാവരും കാണണം, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾക്ക് പഴവർഗ്ഗങ്ങൾ കൊണ്ട് എങ്ങനെയാണ് സർബത്ത് ഉണ്ടാക്കുന്നത് നോക്കാം. പഴവർഗ്ഗങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇനി സർബത്ത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 3 പാളയംകോടൻ പഴം അതിൻ്റെ തോട് നീക്കി വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. പപ്പായ ചെത്തി എടുത്ത് വെച്ചിട്ട് കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരിങ്ങ, വെള്ളം മുന്തിരിങ്ങ, ഐസ് ക്യൂബുകൾ, പഞ്ചസാര, ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. പഴവർഗ്ഗങ്ങളിൽ അല്പം കുറഞ്ഞാലും നമുക്ക് അത് പ്രശ്നമില്ല. കാരണം ഇപ്പം 3 പഴവർഗ്ഗങ്ങളെ നമുക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ചും നമുക്ക് സർബത്ത് ഉണ്ടാക്കാം. നമുക്ക് എത്ര പഴവർഗ്ഗങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 3 അത്യാവശ്യമായിട്ട് വേണ്ടത് പൈനാപ്പിളും പഴവും, പാളയംകുടം പഴവും, കറുത്ത മുന്തിരി, ഈ 3 പഞ്ചസാരയാണ് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ബാക്കിയുള്ള നമുക്ക് പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ഈ പാളയംകുടം പഴം എടുത്തിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നു. പാളയത്തോടം പഴം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സപ്പോട്ട ഉണ്ട്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, ഷുഗർ. ഇനി നമുക്ക് എങ്ങനെയാണ് സർബത്ത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുക്കുന്നു. ഈ പാത്രത്തിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം പഴം നുറുക്കിയിട്ട് കൊടുക്കുന്നു. സപ്പോട്ടയ്ക്കായി ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ പഴവർഗ്ഗങ്ങളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഇതിനാവശ്യത്തിന് ഇടണം. നമുക്ക് എത്ര 2, 3, 4 ഇത് നമ്മൾ കൂടുതൽ പഴവർഗ്ഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഒരു 5-6 സ്പൂണോളം വേണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇനി ഐസ് ക്യൂബ് ഉണ്ട്. ഐസ് ക്യൂബ് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടിടാം. ഇത് എല്ലാ പഴവർഗ്ഗങ്ങളും ഇങ്ങനെ നന്നായിട്ട് കുഴഞ്ഞ് മിക്സ് ആവണം. അതായത് ഈ കറുത്ത മുന്തിരിയുടെ തോട് പൊട്ടണം. അതുപോലെ നമ്മൾ ഇതിനെ നല്ലതുപോലെ ഒരു സ്പൂണിട്ട് ഉടയ്ക്കണം. നന്നായിട്ട് ഉടയ്ക്കണം ഇത്. ഇപ്പം നമ്മുടെ സർബത്ത് ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരണം. ഇതുപോലെ മിക്സ് ആകണം നന്നായിട്ട്. പഞ്ചസാരയും അതോടൊപ്പം ഈ പഴവർഗ്ഗങ്ങളെല്ലാം ഇതുപോലെ. ഇപ്പം ഞാൻ ഇതിനകത്ത് വെള്ളമോ യാതൊന്നും ഒഴിച്ചിട്ടില്ല, പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഉടഞ്ഞ് മിക്സ് ആവണം. എന്നിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. ഇതാ ഞാൻ 4 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം. നല്ല ടേസ്റ്റാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഇപ്പം 2 പഴവർഗ്ഗങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. ഇതിൽ അത്യാവശ്യമായിട്ടുള്ളത് പഴമാണ്. പഴവും പൈനാപ്പിളും
ആണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. മുന്തിരിങ്ങയും കറുത്ത മുന്തിരിങ്ങ അത് മൂന്നും നമുക്ക് ഇതിനകത്ത് വേണം, അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇത് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റുള്ള ആണ് ഈ ഫ്രൂട്ട്സ് സർബത്ത്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സുകളിലേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് സർബത്ത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സർബത്താണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഈ വേനൽക്കാലത്ത് ഇത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.